ഹലോ നമസ്കാരം. നീൽസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. കേരള PSC നടത്തുന്ന ഒരു നല്ലൊരു പോസ്റ്റ്, BSc കെമിസ്ട്രി ഉദ്യോഗാർത്ഥികൾക്കുള്ള നല്ലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെറോളജിക്കൽ അസിസ്റ്റന്റ് എന്നാണ് അതിന് പോസ്റ്റിന്റെ പേര്. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. ഓക്കെ, ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം, ഈ സയന്റിഫിക് ഓഫീസറിന്റെ ഗസറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പ്രൊമോഷൻ പോസ്റ്റ് ആണ് ഈ പറയുന്ന സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഗസറ്റഡ് പോസ്റ്റിലേക്കായിരിക്കും ഈ ഒരു പോസ്റ്റ്, അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റിൽ നിന്നും നമുക്ക് പ്രൊമോട്ടഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്, BSc കെമിസ്ട്രി ആണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പലരും ഉണ്ട്. BSc കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ വെച്ച് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ സാധ്യതയുണ്ടെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. നോക്കൂ, അതായത് 580/2023 ആണ്. അതിനകത്ത് സ്കെയിൽ ഓഫ് പേ തന്നിട്ടുള്ളത് 37,400 to 79,000 ആണ് വരുന്നത്. ഇത് ബേസിക് പേ ആണ് കേട്ടോ. ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് ഇതിന്റെ കൂടെ ബാക്കി HRA DA തുടങ്ങി കുറച്ച് എമൗണ്ടും കൂടെ കൂടിയിട്ടായിരിക്കും നമുക്ക് ഗ്രോസ് സാലറി കിട്ടുക കേട്ടോ. ഇത് ബേസിക് പേ ആണ്. അപ്പോൾ ഈ എമൗണ്ടിലും കൂടുതലായിരിക്കും നമ്മുടെ ഗ്രോസ് എന്ന് പറയുന്നത്, സാലറിന്റെ എമൗണ്ട് കേട്ടോ. അപ്പോ സാലറി വൈസ് ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു പോസ്റ്റ് ആണ്, ഡിഗ്രി ലെവല്. അതുപോലെ വേക്കൻസീസ് ഇവർ കൊടുത്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് ആണ്. അത് പിന്നീട് കൂടുതലായിട്ട് വരും കേട്ടോ, പിന്നീട് അത് അറിയുള്ളൂ. ഇത് ലാസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് 2020 ആണ് ലാസ്റ്റ് ആയിട്ട് എക്സാം നടന്നിട്ടുള്ളത്. ആ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66.33 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ 36 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 38 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടാവുമല്ലോ, അപ്പൊ അതും കൂടെ ചേർത്ത് 38 പേർക്ക് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒന്നോ രണ്ടോ അല്ല അവിടെ വേക്കൻസി വരിക, കുറച്ചധികം വേക്കൻസി ഈ ഒരു പോസ്റ്റിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, ബാക്കി നമുക്കറിയാലോ, നമ്മുടെ ടെക്നിക്കൽ എക്സാംസിന് പൊതുവെ പോസ്റ്റുകൾ കുറവായിരിക്കും. വേക്കൻസി കുറവായിരിക്കും, 1, 2, 3 അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം അഡ്വൈസ് ഏകദേശം 36 ഓപ്പൺ പോയിട്ടുണ്ട്, 38 ടോട്ടലായിട്ട് പോയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ജോലി എന്നുള്ളൊരു കാര്യം അവിടെ ഉറപ്പ് വരുത്താം നമുക്ക്. ഓക്കെ, പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു BSc കെമിസ്ട്രി ആണ്. അതുപോലെ BSc പോളിമർ കെമിസ്ട്രി, ഇവര് മാത്രമാണ് അതിനകത്ത് ഉള്ളത്. കെമിസ്ട്രിക്കാർ മാത്രമേ ഇതിനകത്ത് എക്സാം എഴുതാനായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എക്സാം, ഇപ്പൊ കഴിഞ്ഞ എക്സാം സാനിറ്ററി കെമിസ്റ്റ് ആണ്. അതില് അതുപോലെ തന്നെ വേറെ കുറച്ച് എക്സാമുകളിൽ കെമിസ്ട്രിക്കാർ മാത്രമല്ല, മൈക്രോബയോളജി മുതലായി കുറച്ച് വേറെ BSc ഉള്ള ആൾക്കാരും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റായി പറയുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50 മാർക്സ് എന്ന് പറയുന്നുണ്ട്, 50% മാർക്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിക്കാർ മാത്രമാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ അതിൽ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്തായാലും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്കിനി നമ്മുടെ സിലബസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ സിലബസ്, അതായത് ന്യൂ സിലബസ് വന്നിട്ടില്ല. ഈ സിലബസ് വെച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണിത്. അത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് ഭൂരിഭാഗം ഒരു അറൌണ്ട് 75% വരുന്ന സിലബസിനകത്ത് നമുക്ക് അറിയുന്ന, അതായത് നമ്മൾ വായിച്ച് കേട്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്, അതായത് ടോപ്പിക്കുകൾ തന്നെയാണ്. നമ്മൾ ഡിഗ്രിക്ക്
ഒക്കെ പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുത്താൽ മാത്രം മതി നമുക്ക് ആക്ച്വലി. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു 2 മോഡ്യൂളാണ് നമുക്ക് മേ ബി പുതുതായിട്ട് പഠിക്കണം എന്ന് തോന്നുന്ന മോഡ്യൂളുകൾ. അപ്പൊ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെയാണ് മോഡ്യൂൾ 1, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഓക്കെ, അപ്പൊ അതിനകത്ത് മോഡേൺ പീരിയോഡിക് ലോ, ഓക്കെ അതൊക്കെ അറിയുന്നതല്ലേ, ഡയഗണൽ റിലേഷൻഷിപ്പ്, പീരിയോഡിസിറ്റി ആണ്, അറ്റോമിക് റേഡിയ, അയണിക് റേഡിയ, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തിയറീസ്, ഏത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, കോംപ്ടൺ എഫക്ട്, ബോർ തിയറി പോലെയുള്ള ബേസിക് ആയിട്ടുള്ള തിയറീസ്. ദെൻ ഡി ബ്രോഗ്ലി കണ്ടു, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അയണിക് ബോണ്ട് എന്ത്, കോവലന്റ് ബോണ്ട്, BSEPR തിയറി, ഇതെല്ലാം നമ്മൾ എപ്പോഴും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്, +2 തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ കോവലന്റ് ബോണ്ട്, MO തിയറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന്റെ MO തിയറി, അതുപോലെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MO ഡയഗ്രാംസ്, മെറ്റാലിക് ബോണ്ട്, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ, അതൊക്കെ അറിയുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. കണ്ടു, ഇതാണ് മോഡ്യൂൾ ഫസ്റ്റിൽ വരുന്നത്. കാണുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കേണ്ട, കുഞ്ഞു കുഞ്ഞു ടോപ്പിക് അവർ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പേജ് ഫുൾ ആയിട്ട് തോന്നുന്നത് കേട്ടോ. ഈച്ച് ആൻഡ് എവറി ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് തന്ന സ്ഥിതിക്ക് നമ്മൾ ആ ടോപ്പിക്കുകൾ, പഠിക്കുന്ന ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മളായിട്ട് അതിൽ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ഒന്നും ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മോഡ്യൂൾ 1 എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റ്സ് ആണ്, അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കുകൾ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നോക്കൂ, നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷനും കൂടെ വരുന്നുണ്ട് കേട്ടോ. മോഡ്യൂൾ 1 ഹൈബ്രിഡൈസേഷനും കൂടെ വരുന്നുണ്ട്. ഇനി മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. അത് 10 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, ഇനോർഗാനിക്കിൽ എന്തൊക്കെയാ, കെമിക്കൽ കോമ്പിനേഷൻസ്, കുറച്ച് ലോസ് ഉണ്ടല്ലോ, നമ്മൾ +1 +2 ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങാണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ മോഡ്യൂൾ 2 ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾസ്, തന്നെ അവഗാഡ്രോ ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ SPDF ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും. അതുപോലെ തന്നെ ഐസോമറിസം വരുന്നുണ്ട്, ഈ AN റൂള്, അതൊക്കെ ഒന്ന് നമ്മൾ പൊടിതട്ടി എടുക്കേണ്ടതുണ്ട്. വെർണേഴ്സ് തിയറി, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതെല്ലാം പ്രോബ്ലം വരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒന്ന് ഉറപ്പിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ തന്നെയാണ് അത്. അതുപോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, CFSE, ജാൺ ടെലർ എഫക്ട്, ഡിസ്റ്റോഷൻ, അതെല്ലാം നമുക്ക് നോക്കണം. CFT ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന CFT എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അതുപോലെ സ്പെക്ട്രൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ്, അതിന്റെ അബ്സോർപ്ഷൻ, മാഗ്നറ്റിക് മൊമെന്റിന്റെ കാൽക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫെറോസിൻ അറിയാലോ നമുക്ക്, സീൽ സോൾട്ട്, അങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ട്സിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എലമെന്റ്സ്, എസെൻഷ്യൽ എലമെന്റ്സ്, ട്രേസ് എലമെന്റ്സ്, ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും ഒക്കെ വരുന്നുണ്ട്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും അതെല്ലാം ഇൻക്ലൂഡഡ് ആവുന്നതാണ്. സോഡിയം പൊട്ടാസ്യം പമ്പ്, ഇതെല്ലാം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുപോലെ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് മെറ്റൽസ്, കണ്ടോ, കുറച്ച് മെറ്റൽസ് ഉണ്ട്, ബയോളജിക്കൽ ഫങ്ഷൻസ്, അതൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഒരുപാടെണ്ണം കാണുമ്പോൾ പേടിക്കാനൊന്നുമില്ല, എളുപ്പമാണ്. അതുപോലെ പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻസ് ഓഫ് ഡൈബോറൈൻ ബൊറേസിൻ, അതായത് കുറച്ച് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസും പ്രിപ്പറേഷൻസും സ്ട്രക്ചേഴ്സും പഠിക്കാനായിട്ട് ഉണ്ട്. അതാണ് സെക്കൻഡിൽ വരുന്നത്. കഴിഞ്ഞില്ല, ഇവിടെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ അലോയ്സ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് കുറച്ച് കോമ്പൗണ്ട്സ് പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ മോഡേൺ പീരിയോഡിക് ലോ, അത് നമ്മൾ ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ പീരിയോഡിക് ലോ പറഞ്ഞതാണ്. അത് പഴയതായിരുന്നു അല്ലേ, ഓൾഡ് വേർഷൻ ആയിരുന്നു. ഇത് മോഡേൺ പീരിയോഡിക് ലോന്റെയും അതിന്റെ പീരിയോഡിസിറ്റിയും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഇനോർഗാനിക് മോഡ്യൂൾ 2 വരുന്നത്. ഇതിലും എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ട് പരിചയമുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്, പുതുതായിട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്, സ്കിപ്പ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. മോഡ്യൂൾ 3 തേർഡ് മോഡ്യൂൾ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഓർഗാനിക് കെമിസ്ട്രി, സ്ട്രക്ചറൽ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതാണ് ഈ സ്ട്രക്ചറൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് എൻവയോൺമെന്റൽ കെമിസ്ട്രി.
അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് അതിനകത്ത് എന്തൊക്കെ വരും? ഇന്റർമീഡിയറ്റിന്റെ ആൾക്കാർ അല്ലെ, ഇന്റർമീഡിയറ്റിന്റെ കാര്യങ്ങളെല്ലാം വരും. അതുപോലെ അതിന്റെ സ്റ്റെബിലിറ്റി, അതുപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, അതിൽ ഇതൊക്കെ പഠിക്കണം. ഇ സെഡ് നോമൻക്ലേച്ചർ, സിസ് ട്രാൻസ്, അതെല്ലാം നമ്മൾ ഒന്ന് തിരിച്ചറിയാനായിട്ട് പഠിക്കണം. കൺഫർമേഷൻ, കോൺഫിഗറേഷൻ, അതുപോലെ റിയാക്ഷൻ മെക്കാനിസം, SN1 SN2, ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, SN1 SN2 എന്നൊക്കെ. അപ്പൊ അതിന്റെ ആ ഒരു ഇത് നമ്മൾ എസ് എ അല്ല, നമ്മൾക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC എന്ന് പറയുന്നത് MCQs ആണ്, അറിയാലോ. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 4 ഓപ്ഷനിൽ നിന്ന് നമ്മളത് ഉത്തരത്തിലേക്ക് എത്തുക എന്നതായിരിക്കണം നമ്മുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. സോ പഠിക്കുമ്പോഴും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ എക്സാമിന് നമ്മൾ ഡിഗ്രിയിലോ അല്ലാതെ കഴിഞ്ഞാൽ MSCയിലോ ചെയ്യുന്ന പോലെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല എന്നുള്ളത് കൂടെ നമ്മുടെ മൈൻഡിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ ഹക്കേഴ്സ് റൂൾ വരുന്നുണ്ട്. ഇതും ഒരു PSC ക്വസ്റ്റ്യൻ തന്നെയാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരോമാറ്റിസിറ്റിന്റെ കാര്യം, ഇതിലേതാണ് ആരോമാറ്റിക്, അല്ലെങ്കിൽ ഈ 4 ഓപ്ഷൻ തന്ന് ഇതിലേതാണ് ആരോമാറ്റിക് അല്ലാത്തത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എയർ പൊല്യൂഷൻ, അതെല്ലാം എളുപ്പമല്ലേ, എയർ പൊല്യൂഷൻ ആണ്, അതിനകത്ത് വലിയ കാര്യമില്ല, നമുക്ക് വായിച്ചു വിട്ടാൽ തന്നെ അറ്റ്ലീസ്റ്റ് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ടോക്സിക് കെമിക്കൽസ് ഇൻ എൻവയോൺമെന്റ്, അതായത് കുറച്ച് മെറ്റൽസ് എല്ലാം ടോക്സിക് ആണെന്ന് നമുക്കറിയാം. സോ അതിന്റെ കേസുകൾ. ദെൻ ലൂബ്രിക്കൻസ് വരുന്നുണ്ട്, കോസ്മെറ്റിക്സ്. ഓക്കെ, പിന്നെ അതുപോലെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കേസിലുള്ള വരുന്ന കാര്യങ്ങൾ, അതിന്റെ സെപ്പറേഷൻ, അതിന്റെ പ്യൂരിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സിനെ കുറിച്ചോ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് മൊഡ്യൂൾ 3 വരുന്നത് കേട്ടോ. അപ്പൊ ഏകദേശം കിട്ടിയെന്ന് വിചാരിക്കണോ? ഇനി മൊഡ്യൂൾ 4 ആണ് ഓർഗാനിക് കെമിസ്ട്രി 2. അതായത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഓർഗാനിക് കെമിസ്ട്രീനെ 2 ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഓർഗാനിക് കെമിസ്ട്രി 1 ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി 2. ഓക്കെ, അത് രണ്ടിലും എന്താ വരുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള 10 മാർക്സ് ആണ് അവിടെ വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളത് വെറുതെ തള്ളിക്കളയരുത്. ബിക്കോസ് 10 മാർക്സ് ആണ് അവിടെ മാറി മാറി വരുന്നത്. ടോട്ടൽ 20 മാർക്സ് ആണ് അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് വെയിറ്റേജ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. അപ്പൊ ആ രീതിക്ക് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രി 2 വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റിയാക്ഷൻസാ. എന്ത് റിയാക്ഷൻസ്? നമ്മള് സാധാരണ ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ടല്ലോ, കുറെ നെയിംഡ് റിയാക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതെല്ലാം വരുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി 2 വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പോ അതിന്റെ മെക്കാനിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ വരച്ച് അതിന്റെ ആരോ മാർക്ക് ഇട്ട് പഠിക്കുക എന്നുള്ളതല്ല. അതിന് പകരം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക എന്നുള്ളതാണ്. MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണോ എന്നതായിരിക്കണം നമ്മുടെ മോട്ടീവ് കേട്ടോ. ആ രീതിക്ക് വേണം പഠിക്കാൻ. അപ്പൊ അതിന്റെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കണം. കണ്ടു, ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫുൾ എന്താ വരുന്നത്? നെയിംഡ് റിയാക്ഷൻസ് ആണ് വരുന്നത് ഇതിനകത്ത് ഫുള്ളായിട്ട്. സോ അതൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് പഠിക്കാൻ നേരത്തല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് വേണം നമ്മൾ ഇനി ചെയ്യാനായിട്ട്. അതായത് എങ്ങനെയെങ്കിലും ഓർത്തു വെക്കുക എന്നുള്ളത്, കുറച്ച് എടുത്ത് പഠിക്കുക, അങ്ങനെ ഓർത്തു വെക്കുക എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ അതിന് എല്ലാ രീതിയിലുള്ള ഹെൽപ്പും നമ്മുടെ ഈ അക്കാദമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ആൽക്കലോയിഡ്, ലിപ്പിഡ്, വൈറ്റമിൻസ്, സ്റ്റീറോയിഡ്സ് പോലെയുള്ളതിന്റെ പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രക്ചർ, ഇതെല്ലാം കൂടെ ഈ പാർട്ട് 2 ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് വരുന്നുണ്ട്. കഴിഞ്ഞില്ല. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻസ്, മോളിക്കുലർ ഓർബിറ്റൽ പിക്ചർ, റെസൊണൻസ് എനർജി, അതായത് കുറച്ചധികം ഇതിനകത്ത് വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ പോളിമറൈസേഷൻ റിയാക്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ എംപെറിക്കൽ ഫോർമുലയുടെ ഡെഫിനീഷൻ, അതിന്റെ ഡിഡക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന മൊഡ്യൂൾ 4 വരുന്നത്, ഓർഗാനിക് കെമിസ്ട്രി 2 വരുന്നത്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി 1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് കാര്യങ്ങളും, 2 കുറച്ചുകൂടെ അകത്തേക്ക് പോയിട്ട് ഇന്നർ കാര്യങ്ങൾ പഠിക്കുന്നതാണ് 2 വരുന്നത്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്.
ഓക്കെ. ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസും അവിടെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഫിസിക്കൽ കെമിസ്ട്രിയുടെ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 20 മാർക്സ് ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കാം. സോ ഫിസിക്കൽ കെമിസ്ട്രിക്കകത്ത് നോക്കൂ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വരുന്നുണ്ട്. കണ്ടോ? അതൊക്കെ അറിയുന്നതല്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും കാര്യങ്ങളൊക്കെ, കംപ്രസിബിലിറ്റി ഫാക്ടർ അങ്ങനെയുള്ളത്. അതുപോലെ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ഓഫ് മോളിക്കുലർ വെലോസിറ്റീസ്, അതുപോലെ മില്ലർ ഇൻഡിസസ്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. മില്ലർ ഇൻഡിസസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ പോയിന്റ് ഇഫക്റ്റ് വരുന്നുണ്ട്, അതിന്റെ എക്സാമ്പിളുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ലിക്വിഡ് ക്രിസ്റ്റൽസ് വരുന്നുണ്ട്. ദെൻ സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ ടെക്നിക്സ് വരുന്നുണ്ട്. തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ തെർമോഡൈനാമിക്സിനെ കുറിച്ച്. ദെൻ ഫേസ് റൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇതാണ് ഫിസിക്കൽ കെമിസ്ട്രി 1ൽ വരുന്നത്. അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി 2ൽ വരുന്നത് നോക്കൂ, അത് നമുക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ലാത്ത ടോപ്പിക്കുകളാണെന്ന് തോന്നുന്നു. ആസിഡ് ബേസ്, അതിന് ഡിഫറെന്റ് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് വരുന്നുണ്ട്. ബഫർ സൊല്യൂഷൻ, അതുപോലെ റേറ്റ്, മോളിക്കുലാരിറ്റി, കൈനറ്റിക്സ് ഉണ്ടല്ലോ, അത് അതുപോലെ റോൾസ് ലോ, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഈ ഫിസിക്കൽ കെമിസ്ട്രി 2ല് പകുതിയും വരുന്നത്. അതുപോലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതൊക്കെ സൊല്യൂഷനകത്ത് വരുന്നതാണ്. പിന്നെ ഫാരഡേസ് ലോ വരുന്നുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി, ഡിബൈഹക്കൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഇതൊക്കെ അറിയുന്നതല്ലേ. ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഇലക്ട്രോലിറ്റിക് സെൽ, അതെല്ലാം ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. അതുപോലെ ഫോട്ടോ കെമിസ്ട്രി വരുന്നുണ്ട്. അതുപോലെ എലമെന്റ്സ് ഓഫ് സിമെട്രി വരുന്നുണ്ട്. ഗ്രൂപ്പ് തിയറി ആണ് എലമെന്റ്സ് ഓഫ് സിമെട്രി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫിസിക്കൽ കെമിസ്ട്രി 2ക്കകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ മോഡ്യൂൾ 6 വരെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ടോപ്പിക്കുകളെല്ലാം നമുക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ള ടോപ്പിക്കുകളാണെന്ന് തോന്നുന്നു, അല്ലെ? അല്ലേ? ഹലോ സൂര്യ, ഹായ്. സൂര്യ BSc കെമിസ്ട്രി ആണോ? ഓക്കെ. അപ്പൊ നമുക്ക്, എനിക്ക് തോന്നുന്നു അല്ലെ, നമ്മൾ ഇതുവരെ പറഞ്ഞ മോഡ്യൂളൊക്കെ അത്യാവശ്യം കേട്ടുപരിചയമുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഇനിയുള്ളതാണ് നമുക്ക്, എനിക്ക് തോന്നുന്നു, പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ വരുന്നത് മോഡ്യൂൾ 7 തൊട്ട്. അതായത് ടോട്ടൽ 10 മോഡ്യൂൾസ് ആണ് സിലബസിനകത്ത് വരുന്നത്. 7. അപ്പൊ ഇനി വരുന്ന ഒരു 3 മോഡ്യൂൾസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പുതിയ ടോപ്പിക്കുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. സോ അതിൽ നമ്മൾ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 6 മോഡ്യൂൾ, ആദ്യത്തെ 6 മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ, കേട്ടുപരിചയമുള്ള ടോപ്പിക്കുകളാണ്. സോ അതൊരു 75% ആയല്ലോ. അതുകൊണ്ട് തന്നെ അതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവ് കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഇനി വരുന്ന 3 മോഡ്യൂൾ എന്ന് പറയുന്നതേ നമുക്ക് അത്ര പരിചയമില്ലാത്തതാണ്. സ്റ്റിൽ നമ്മൾ എന്തായാലും അത് എടുക്കും, അത് വേറെ വശം. ഓക്കെ, എന്തായാലും നമ്മൾ അത് എടുക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ നോട്ട്സും പ്രൊവൈഡ് ചെയ്യും, അത് വേറെ വശം. ബട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് വായിക്കുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോ അത് കയറിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് റിപ്പിറ്റേഷൻ, പ്രാക്ടീസ്, അതാണ് പിന്നെ അതിനുള്ള ഒരു മറുമരുന്ന് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രി ആണ്. അത് 1, 2 എന്ന് പറഞ്ഞ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് കുറച്ചുകൂടെ കുഴപ്പമില്ലാത്തതൊക്കെയാണ്. സീറ്റൈൻ നമ്പർ, ഒക്ടൈൻ നമ്പർ, അതെല്ലാം കുഴപ്പമില്ല. മെറ്റലർജിക്കൽ ഓപ്പറേഷൻസ്, പൾവറൈസേഷൻ, കണ്ടോ, കൊറോഷൻ, അതുപോലെ ഇലക്ട്രിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, അതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ടെക്നിക്സ് ടു സിന്തസൈസ് നാനോ പാർട്ടിക്കിൾസ്, ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് അപ്രോച്ച്, അതായത് നമ്മുടെ നാനോ കെമിസ്ട്രിയിലൊക്കെ വരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. അതുപോലെ കൊളോയിഡ്സിന്റെ ഡിസ്പേർഷൻ മെത്തേഡ്, കൊളോയിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പ്രോപ്പർട്ടീസും, അതുപോലെ കാറ്റാലിസിസ്, അതും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സിലിക്കേറ്റ് ഇൻഡസ്ട്രീസ്, അതിനകത്തൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് ഓഫ് കെമിസ്ട്രി പാർട്ട് 2ക്കകത്ത് പോളിമർ വരുന്നുണ്ട്. പോളിമർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ചിലപ്പോൾ ഇതൊക്കെ അറിയണം എന്നുണ്ടാവില്ല, കാരണം അതിന്റെ കംപ്രഷൻ മോൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മോൾഡിങ്
അങ്ങനെയുള്ള ടോപ്പിക്കുകൾ അറിയണം എന്നുണ്ട് ഇല്ല. റബ്ബർ പ്രോസസ്സിംഗ് വരുന്നുണ്ട്, കണ്ടോ, യൂണിറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇന്നർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നില്ല. പോളിമർ കെമിസ്ട്രി പഠിച്ച ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് അറിയുമായിരിക്കും. നമ്മൾ പ്യുവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. ബട്ട് സ്റ്റിൽ നമുക്ക് പഠിക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും മാറിപ്പോരുത് കേട്ടോ. പിന്നെ നോക്കൂ, യൂണിറ്റ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്, യൂണിറ്റ് പ്രോസസ്സ് വരുന്നുണ്ട്, നൈട്രേറ്റിംഗ് ഏജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം യൂണിറ്റ് പ്രോസസ്സാണ്. ഓരോ സെക്ഷൻ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ. അതുപോലെ മൊഡ്യൂൾ 9 വരുന്നത് പ്രോസസ് പ്ലാന്റ് ഓപ്പറേഷൻസ് ആൻഡ് സേഫ്റ്റി ആണ്. അതായത് അതിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ കേസാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റും സെൻട്രിഫ്യൂഗൽ കണ്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് ഒക്കെ ഉണ്ട്. സോ അതിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 9 വരുന്നത്. കുറച്ചധികം ഉണ്ട് അതിനകത്ത്. അത് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി അതാണ് പറയുന്നത്. സേഫ്റ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും അതുപോലെ പ്രോപ്പർട്ടീസ്, അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. മൊഡ്യൂൾ 10 ആണെങ്കിൽ പെട്രോളിയം ആൻഡ് എനർജി എഞ്ചിനീയറിംഗ് ആണ്. ഫ്യൂവല്, മെയിൻ ആയിട്ട് ഫ്യൂവല്, പെട്രോളിയം നമുക്കറിയാലോ. അപ്പൊ അതിന്റെ പ്യൂരിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് വരും, പെട്രോളിയം പ്രോഡക്ട്സ് വരും. അതുപോലെ കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എനർജി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ച് അറിയുന്ന ടോപ്പിക്കുകളൊക്കെ അതിനകത്ത് ഉണ്ട് അവസാനത്തെ 3 മൊഡ്യൂളില്. ബട്ട് സ്റ്റിൽ പുതിയ മേ ബി ടോപ്പിക്കുകൾ ഉണ്ടാവാം അല്ലെ, അങ്ങനെ തോന്നിയോ? തോന്നിയായിരുന്നു. ആ ഓക്കെ. അപ്പോ അതാ പറഞ്ഞത്, നമുക്ക് ആദ്യം ഉള്ള ഈ പറയുന്ന 7 മൊഡ്യൂള് നമ്മൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ പറഞ്ഞോളൂ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൂടുതൽ തരുമോ അന്നേരം? തരും. നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൈവ് ക്ലാസ് എടുക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഏത് ക്ലാസ് ആണോ അന്ന് എടുത്തത്, ഓക്കെ, ഏത് ടോപ്പിക് ആണോ അന്ന് എടുത്തത്, ആ ടോപ്പിക്കിന്റെ ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് പോലെ അന്നേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ പറഞ്ഞോളൂ. വൈകുന്നേരമാണോ എല്ലാം, അതോ ആ ടെസ്റ്റ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണോ? ടെസ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ഉടനെയാണോ എന്നാണോ? അതെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇടാം, അല്ലെങ്കിൽ ആ ദിവസമെങ്കിലും ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അത് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ക്ലാസ് കാണുക, ആ ടോപ്പിക് നിങ്ങൾ വൃത്തിയായി പഠിക്കുക, അതിനുശേഷം മാത്രം ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചുമ്മാ കയറി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുക. അപ്പൊ സിലബസ് ബേസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു ഫാക്കൽറ്റി അല്ല, നമുക്ക് ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. സോ ഓരോരുത്തരും ഓരോ ടോപ്പിക് ആയിരിക്കും ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൺ ടൈമിന് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റിവിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് റിവിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ 2 വട്ടമാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു പേടി നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യും. ഈ ക്ലാസ് എടുക്കുന്ന ഓരോരുത്തരും അവരുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് ടോപ്പിക്. അപ്പൊ നമ്മൾ മൊഡ്യൂൾ വൈസ് അല്ല പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഒരു ടോപ്പിക് എടുത്തു എന്ന് വിചാരിക്കൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഫേസ് റൂൾ എടുത്തു എന്ന് വിചാരിക്കൂ. ആ ഫേസ് റൂൾ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് നമ്മൾ നടക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടെ അധികം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ PSC മോഡൽ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് പരിചയം വരുമല്ലോ. ഇത് ടെലഗ്രാമിലാണോ, എങ്ങനെയാ, ആപ്പിലാണോ? ഇല്ല, ഇപ്പൊ ടെലഗ്രാമിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ടെലഗ്രാം ഗ്രൂപ്പില്, വാട്സപ്പില് നമ്മളെ നെക്സസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ? ഇല്ല. അപ്പൊ ആഡ് ചെയ്യും. അഡ്മിനോട് പറഞ്ഞാൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ ഇത് ഇടുന്നത്.
അല്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ വാട്സപ്പിൽ ഓൾറെഡി ഗ്രൂപ്പിൽ ആഡഡ് ആണോ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ? ഗ്രൂപ്പിലാട്ടാ. അപ്പൊ അതിനകത്തും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ഫോർവേഡ് ചെയ്യും മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം. അതുപോലെ ലിങ്ക്, ജോയിൻ ചെയ്യേണ്ട ലിങ്ക്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ വാട്സപ്പിലൂടെ അത് ചെയ്യും. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പൊ അതിന്റെ കൺസേൺ ഫാക്കൽറ്റി നിങ്ങൾക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഗൂഗിൾ ഫോം അല്ലേ? മോക്ക് ടെസ്റ്റോ? അതെ അതെ ഗൂഗിൾ ഫോം ആണ്. അതെ അതെ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതെങ്ങനെയാണ് വന്നിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡും ചെയ്യാം. എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ലല്ലോ? എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനെയാണ് ഉണ്ടാവാറ്. കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു ക്ലാസ്സിൽ എടുത്തുല്ലോ, ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതില് വാട്സപ്പ് തന്നെ ഉണ്ട്, പക്ഷെ വാട്സപ്പിലുള്ള ലിങ്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഏത്? ടെലഗ്രാമിലാണ്. മനസ്സിലായില്ല, എന്താ ഇപ്പൊ ചോദിച്ചേ? ടെലഗ്രാമിൽ ഇങ്ങനെ മോക്ക് ടെസ്റ്റിന്റെ ഈ ലിങ്ക് കൊടുത്തിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്തോലെ ആൻസർ കാണാത്ത ക്യൂസ് ബോട്ടിന്റെ അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. ടെലഗ്രാമിലെ പോലെ അതല്ല കേട്ടോ. ഇത് നമ്മുടെ ഗൂഗിൾ ഫോം ഉണ്ടല്ലോ, അതുപോലെയാണ്. നേരത്തെ സാനിറ്ററി ആയിരുന്നേ, ടെലഗ്രാമിൽ ഇങ്ങനെ ലിങ്ക് ഇട്ടിട്ട് അതിനകത്ത് തന്നെ സ്പോട്ട് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്ന പോലെ ഇങ്ങനെ അങ്ങനത്തെ ഇതായിരുന്നു. അത് ശരി ശരി. അത് നമുക്ക് ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാനിക് ആവേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ ഫ്രീ ആണ് ആക്ച്വലി, ഫ്രീ ടു യൂസ് എല്ലാം. ഓക്കെ, നമ്മുടെ അടുത്തായാലും എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളതോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചായാലും നിങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ. പിന്നെ ക്ലാസ് എത്ര സമയം എന്തൊക്കെയാണ്? സമയം അത് നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ അതിനകത്ത് ഇടും. ഓക്കെ, അതായത് ലൈവ് ക്ലാസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇപ്പൊ ഇന്ന് ഇട്ടില്ലേ, ലിങ്ക് ഇട്ടില്ലേ, അതിപ്പോ നമ്മൾ ലേറ്റ് ആയി. സാധാരണ ഇത് ലേറ്റ് ആവാറില്ല. അതായത് നാളത്തെ ക്ലാസ് മിക്കവാറും ഇന്ന് തന്നെ പറയും. അല്ലെങ്കിൽ ഇന്നിപ്പോ ലിങ്ക് നേരത്തെ നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ ആ സമയത്തായിരിക്കില്ല, അതിന് മുന്നേ തന്നെ ലിങ്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏത് മിസ്സാണ് ക്ലാസ് എടുക്കുന്നത്, ടോപ്പിക് ഏതാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മോക്ക് ടെസ്റ്റിന്റെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും PDF ആയിട്ട് കിട്ടുമോ? PDF ആയിട്ട് ഞാനത് അഡ്മിനോട് പറഞ്ഞു നോക്കാം കേട്ടോ. ഞാനത് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ആൻസർ ഞാൻ ചെയ്തു തരാവേ. സ്ഥലം എവിടെയായിരുന്നു സൂര്യ? എറണാകുളം തിരുവാണിയൂർ എന്ന് പറയും. എന്നെ വീട്ടിൽ ശരിക്കും വയ്ക്കുക കോട്ടയം ജില്ല. ഇവിടെ കൊച്ചുറങ്ങിയത് ശരി ശരി ശരി. ഓക്കെ. അതുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ രീതിയിലുള്ളതും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടേ നമ്മൾ കുറച്ചുകൂടി ഒരു എഫേർട്ട് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. വേറൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? കേട്ടോ. സോ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് തരും. സോ നിങ്ങൾ അത് പഠിച്ചു തുടങ്ങുക. വൃത്തിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക കേട്ടോ. നമ്മൾ എന്താ പറയാ, ഇടയ്ക്ക് ലാഗ് വന്ന് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് പോകും. അപ്പൊ ലാഗ് വരാതെ സൂക്ഷിക്കുക. അതിപ്പോ ഇൻ കേസ് നമുക്ക് പല കാര്യങ്ങളുണ്ടാവും, അത് വേറെ വശം. അപ്പൊ അതൊന്ന് എങ്ങനെയെങ്കിലും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതൊന്ന് കോപ്പപ്പ് ചെയ്യാൻ നോക്കുക. വിട്ടുപോയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ക്ലാസ് മിക്കവാറും നാളെ തുടങ്ങും. അതിന്റെ കാര്യങ്ങൾ അഡ്മിൻ പറയും കേട്ടോ, ഞാനത് പറയാം. ഓക്കെ.
അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കട്ടെ, അതുപോലെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു. താങ്ക് യു.